അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഒരു പരീക്ഷണത്തോട് തന്നെയാണ് തുടങ്ങിയത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. അത് വേറൊന്നുമല്ല, മോളിയാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഓണമൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ കടയിൽ പോയി അങ്ങ് വാങ്ങിക്കാറാണ് പതിവ്. അപ്പോൾ ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വേണിയും കൂടെ ഉണ്ട്. കുറച്ച് എളുപ്പമുള്ള പണിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അച്ചാർ ഇടാനുള്ള മാങ്ങ കട്ട് ചെയ്യാനായിട്ട് അവളെ അങ്ങ് ഏൽപ്പിച്ച്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടും വീട്ടിൽ നിൽക്കുന്ന കോലം ആയതുകൊണ്ടും ഒരു വിധത്തിൽ വീഡിയോ എടുക്കാൻ അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആകെപ്പാടെ 2 മാങ്ങ കട്ട് ചെയ്യാൻ കൊടുത്തപ്പോഴത്തേന് കൈ മൊത്തം മുറിച്ച് വെച്ചുകൊണ്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് മോളിലേക്ക് വരാം കേട്ടോ. കുറേ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് കറക്റ്റ് ആവുമില്ലെന്നൊന്നും പറഞ്ഞൂടാ. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. എന്തും വരട്ടെ എന്ന് പറഞ്ഞങ്ങ് ഉണ്ടാക്കി. പിന്നെ കഴിക്കുന്നത് നമ്മൾ തന്നെയല്ലേ. ട്രിവാൻഡ്രത്ത് മഹാബോളിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബോളിയുടെ ഒരു ടേസ്റ്റ് അത് നമ്മളെ കൊല്ലത്ത് എവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം തന്നെ കടലപ്പരിപ്പ് വേവിച്ചിട്ട് അതിനകത്ത് കുറച്ച് പഞ്ചസാരയും നെയ്യൊക്കെ ഇട്ടിട്ട് ഇത് ഈ പരുവത്തിൽ ഉരുട്ടി വെച്ച് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൈദ ബാറ്ററിലേക്ക് റോൾ ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പരുവത്തിൽ അങ്ങോട്ട് പരത്തിയെടുക്കണം. മാവ് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ടുപോയിട്ട് പല ഷേപ്പുകളാവുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാനും അത് വലിയ കാര്യമാക്കിയില്ല. പിന്നെ ഈ ചെയ്തതിൽ വെച്ചിട്ട് എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെയൊക്കെ പറയുന്നത് പൊട്ടുകടലെന്നാണ്. ആ സാധനം വേവിച്ചിട്ട് നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഞാനത് മിക്സിയിൽ അടിക്കാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി തരിയായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പം മാവ് പെട്ടെന്ന് വിട്ടിട്ട് ബോളിയുടെ പല ഭാഗങ്ങളിലും ഹോൾസൊക്കെ വീഴുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിത് നെയ്ബോളി ഉണ്ടാക്കാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനകത്ത് വേറെ ഓയിലുകളൊന്നും ചേർത്തിട്ടില്ല, ഫുള്ള് നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഒന്ന് ഒതുക്കി കഴിഞ്ഞിട്ട് അടുത്ത ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടക്കം പൊട്ടിക്കലാണ്. പിന്നെ ഓണമൊക്കെ ആകുമ്പോഴത്തേനും പടക്കം പൊട്ടിക്കാതെ എന്തായാലും. അപ്പോൾ കുറച്ച് പടക്കം വീട്ടിലൊക്കെ ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ലിസ ചേച്ചിയുടെ വീട്ടിലേക്ക് ആട്ടോ പോയത്. അവർ 12 മണിയൊക്കെ ആയപ്പോഴത്തേന് കഥയൊക്കെ അടച്ച് ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓണം എത്തിയപ്പോഴത്തേന് അവരങ്ങനെ ഉറങ്ങാൻ വിടുന്നത് ശരിയാണോ? ഇവിടെയൊക്കെ ഏകദേശം എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നുന്നുണ്ട്. പുറത്തിട്ട് 2 പടക്കം പൊട്ടിക്കാനായിട്ടാണ് വിചാരിച്ചത്. ഞാനും ലച്ചും ചേട്ടനും കൂടെ പടക്കമായിട്ട് സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അവരെല്ലാം നല്ല ഉറക്കമാണ്, കഥവും എല്ലാം അടച്ചിട്ടിട്ടുണ്ട്. ഫസ്റ്റ് 2 പടക്കം ഞങ്ങൾ വീട്ടിന് പുറത്തിട്ടാണ് പൊട്ടിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല സൗണ്ടുള്ള പടക്കം ആയതുകൊണ്ട് തന്നെ പുറത്തിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സൗണ്ടായിരിക്കും. അത്രയും പേടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് പുറത്തിട്ട് പൊട്ടിക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. പക്ഷേ എന്തു പറയാനാ, ഫസ്റ്റിലത്തെ തന്നെ ചീറ്റിപ്പോയി കേട്ടോ. ആ പൊട്ടാത്ത പടക്കം വീണ്ടും എടുക്കാൻ പോയില്ല, വേറെ ഒരെണ്ണം എടുത്തിട്ട് നല്ലതുപോലെ കത്തിച്ച് അകത്തേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലിയ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇവർക്കൊന്നും യാതൊരു അനക്കവും ഇല്ലാത്തതുകൊണ്ട് അടുത്ത പടക്കം ഞങ്ങൾ സിറ്റൗട്ടിൽ ഇട്ട് തന്നെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ഈ പടക്കത്തിന് അവർ പുറത്തിറങ്ങിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അടുത്തത് പൊട്ടിച്ച് വീട്ടിനകത്തോട്ട് തന്നെ ഞങ്ങൾ ഇട്ട് കൊടുത്തേനെ. കാരണം അത്രയും സൗണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ സമയമൊന്നും നോക്കാതെ അവിടെ ഇരുന്ന് കത്തിയടിയായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.